മുനമ്പം വഖഫ് ഭൂമി കേസ് പരിഗണിക്കുന്നത് മാറ്റി. ഫറൂഖ് കോളേജ് നൽകിയ കേസ് ഡിസംബർ 6-ന് പരിഗണിക്കും. കേസിൽ ഫറൂഖ് കോളേജിന് ഭൂമി നൽകിയ സിദ്ദിഖ് സേഠിന്റെ കുടുംബവും വഖഫ് സംരക്ഷണ സമിതിയും കക്ഷി ചേരും. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ആഷിഖ് റഹ്മാനാണ് ചേരുന്നത്. ആഷിഖ്, വിവരങ്ങൾ നൽകാം. സ്വാതി, ഏറ്റവും പ്രധാനമായ ഒരു വാർത്ത വന്നിരിക്കുന്നത് ഫറൂഖ് കോളേജ് നൽകിയ ഹർജി പരിഗണിക്കുന്നത് ഡിസംബർ 6-ലേക്ക് മാറ്റി എന്നുള്ളതാണ്. ഇന്ന് പ്രധാനമായും കോടതിയിൽ 11 മണിക്കാണ് വാദം ആരംഭിച്ചത്. ഫറൂഖ് കോളേജിന്റെയും വഖഫ് ബോർഡിന്റെയും പ്രതിനിധികൾ വന്ന് വാദം ആരംഭിച്ചു. ശേഷമാണ് സിദ്ദിഖ് സേഠിന്റെ, അതായത് ഫറൂഖ് കോളേജിന് ഭൂമി നൽകിയ സിദ്ദിഖ് സേഠിന്റെ കുടുംബവും വന്ന് ഈ കേസിൽ കക്ഷി ചേർന്നത്. അല്പസമയം മുമ്പ് വഖഫ് സംരക്ഷണ സമിതിയും ഇത്തരത്തിൽ കേസിലെ കക്ഷി ചേരുന്ന ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കേരളം മുഴുവൻ ചർച്ച ചെയ്ത വിഷയമാണ് മുനമ്പത്തെ വിഷയം. ആ മുനമ്പത്തെ വിഷയം വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ളതാണ് പ്രധാനമായും ഈ ഒരു കോടതി പരിഗണിക്കുന്നത്. ഇത് 2023 ഈ വഖഫ് ഭൂമി മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്നുള്ള വഖഫ് ബോർഡിന്റെ ഉത്തരവിനെതിരെ ഈ ഫറൂഖ് കോളേജ് ഈ കോടതിയിൽ ഹർജി സമർപ്പിക്കുന്നതിന് ശേഷം ഒരു വർഷത്തോളം നീണ്ട വാദം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നാലെ ഇന്ന് വീണ്ടും കോടതിയിൽ ഈ വിഷയം പരിഗണിച്ചത്. ഈ കോടതിയിൽ പ്രധാനമായും ഫറൂഖ് കോളേജിന്റെ പ്രതിനിധികളും അതുപോലെ ഈ വഖഫ് ബോർഡിന്റെ പ്രതിനിധികളാണ് വന്നത്. ഫറൂഖ് കോളേജ് പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഇത് ദാനം തന്ന ഭൂമിയാണ്, ഗിഫ്റ്റ് ഭൂമിയാണെന്നാണ്. തങ്ങൾക്ക് ഇഷ്ടം പോലെ വിൽക്കാം എന്നൊരു വാദമാണ് ഈ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഉന്നയിക്കുന്നത്. എന്നാൽ വഖഫ് ബോർഡ് പറയുന്നത് കൃത്യമായി വഖഫ് ഭൂമിയാണ്, അതിന് കൃത്യമായി രേഖകളുണ്ട് എന്നൊരു കാര്യമാണ് വഖഫ് ബോർഡ് പറയുന്നത്. ഇതിൽ സുപ്രധാന ഒരു കാര്യം, ഈ ഫറൂഖ് കോളേജിന് ഭൂമി നൽകിയ സത്താർ സെട്ടിന്റെ കുടുംബത്തിന്റെ വാദമാണ്. ആ കുടുംബത്തിന്റെ അഭിഭാഷകൻ ഇന്ന് വന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത് വഖഫ് ഭൂമിയാണ്, തങ്ങൾ വഖഫ് ഭൂമിയായിട്ടാണ് ഈ കുടുംബം ഇത്തരത്തിൽ ഫറൂഖ് കോളേജിന് ഭൂമി നൽകിയത് എന്നുള്ളതാണ്. എന്തായാലും കോടതി ഇത് പരിഗണിക്കാൻ ഡിസംബർ 6-ലേക്ക് കേസ് മാറ്റിയിട്ടുണ്ട്. കാരണം കൂടുതൽ കക്ഷികൾ ഇതിലേക്ക് വരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സത്താർ സെട്ടിന്റെ കുടുംബം ഇതിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. അതുപോലെ വഖഫ് സംരക്ഷണ സമിതിയും ഇതിലേക്ക് കക്ഷി ചേർന്നിട്ടുണ്ട്. കൂടുതൽ കക്ഷികൾ ഇതിലേക്ക് വരുമോ എന്നുള്ള അറിയില്ല. എന്തായാലും വിഷയം കൂടുതൽ പരിഗണിക്കാൻ, കൂടുതൽ വാദങ്ങൾക്കായി ഇപ്പോൾ ഡിസംബർ 6-ലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉന്നതതല യോഗവും നടക്കുന്നുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ ഇടയിലാണ് ഈ ഫറൂഖ് കോടതിയിൽ ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്നത്. ശരി ആഷിഖ്.